ഇന്ന് നമ്മൾ ഒരു സ്പാച്ച് കോക്ക് ചിക്കൻ ഉണ്ടാക്കുന്ന ഫയർവുഡ് ബ്രിക്സ് ഓവനിൽ ഒരു സ്പാച്ച് കോക്ക് ചിക്കൻ എങ്ങനെ ഉണ്ടാകാം എന്നുള്ള റെസിപ്പിയും കാര്യങ്ങളുമാണ് ഇന്നത്തെ. ആ ഓവൻ നിർമ്മിക്കുന്നതും ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. നട്ടല് നമ്മൾ ഊരിയെടുത്തു. ഇതൊക്കെ അമർത്തി അത് പരത്തുന്നതാണ് സ്പാച്ച് കോക്ക്. കണ്ടോ ഷേപ്പ് വേണ്ട. മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഇത് നമ്മൾ കുരുമുളകും ജീരകവും കൂടെ ചെറിയ ജീരകവും കൂടെ പൊടിച്ചതാണ്. ഇത് പപ്രിക്ക പൗഡറാണ്. നമുക്ക് മലയാളികൾക്ക് കുറച്ചുകൂടി എരിവ് ആവശ്യമുള്ളതുകൊണ്ട് പപ്രിക്ക പൗഡറിന് പകരം നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇത് ജിഞ്ചർ ഗാർലിക് പൗഡറാണ്. ഉപ്പുപൊടി ആൻഡ് ഒലിവ് ഓയിൽ. നമുക്കിനി പൗഡേഴ്സ് എല്ലാം മിക്സ് ചെയ്യാം. ഫസ്റ്റ് നമ്മളിത് കുരുമുളക് പൊടിയും ജീരകവും, പപ്രിക്ക പൗഡർ, ഒരു സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പൗഡറാണ് ഇത് ഒരു സ്പൂൺ, ഉപ്പുപൊടി ഏകദേശം 1.5 ടീസ്പൂൺ. എല്ലാ പൗഡേഴ്സും കൂടെ നമ്മൾ ഒലിവ് ഓയിൽ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ എല്ലാ പൗഡറും ഈ എണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന തരത്തിൽ അത്രയും ഒലിവ് ഓയിൽ ഒഴിച്ചിരിക്കണം. സ്പാച്ച് കോക്ക് ചെയ്യാൻ പോകുന്ന ഈ ചിക്കൻ സ്കിന്നോടുകൂടി ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. ഇനി നമുക്കിത് എല്ലാം ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. നമ്മളെപ്പോഴും കൈ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നാൽ മാത്രമേ നമുക്ക് എല്ലായിടത്തും നന്നായിട്ടിത് മാരിനേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ പോവുകയാണ്. നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഒരു സ്പാച്ച് കോക്ക് ചിക്കൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഓവൻ്റെ നിർമ്മാണം കാണിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ. അതിൻ്റെ നിർമ്മാണം 2021 കാലഘട്ടങ്ങളിൽ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓവൻ നിർമ്മിക്കുന്നതായി കണ്ടാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ആ യൂട്യൂബിൻ്റെ സഹായത്തോടെയാണ് ഞാനിത് പഠിച്ചത്. അപ്പോൾ ഈ ഓവൻ നിർമ്മിക്കാൻ ആദ്യം വേണ്ട ഒരു ബേസാണ്. ഒരു സ്ലാബ് 1.25 മീറ്ററെങ്കിലും ചുരുങ്ങിയത് 1.5 മീറ്റർ 1.25 മീറ്റർ ഒരു സമചതുരത്തിലുള്ള സ്ലാബ് നമ്മൾ ഒരു 30 ഇഞ്ച് ഹൈറ്റിൽ സ്ലാബ് വാർക്കണം. ഈ സ്ലാബ് വാർത്തതിന് ശേഷം ഒരു 4 ഇഞ്ച് കനത്തിന് സ്ലാബ് വാർത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കുറേ കുപ്പിച്ചില്ലുകൾ നിരത്താനുള്ള സംവിധാനമാണ്. ഇതുപോലെ കുപ്പിച്ചില്ലിന് പകരം ഞാൻ ഇതിൻ്റെ അകത്ത് കുപ്പികൾ കുറേ കിട്ടിയായിരുന്നു. ഈ ലോക്ക്ഡൗൺ സമയത്ത് അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് കുപ്പിച്ചില്ലിട്ട്, ഈ കുപ്പിച്ചില്ല് എന്തിനാണ് ഇടണമെന്ന് വെച്ചാൽ ഈ കുപ്പിച്ചില്ല് ചെല്ലുമ്പോൾ അതിനകത്ത് ശരിക്കും ഈ ചൂട് നമുക്ക് പിടിച്ച് നിർത്താനാണ്. അതിന് ഈ സിമെൻറ്റ് മിക്സറിൻ്റെ കൂടെ പെർലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, അത് നമ്മൾ വെജിറ്റബിളൊക്കെ ഗ്രോ ബാഗിൽ നടുമ്പോൾ തണുപ്പ് പിടിച്ച് നിർത്താൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ ഇതിൽ പ്രയോജനപ്പെടും. ഈ സിമെൻറ്റിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുപ്പിച്ചിലിൻ്റെ കൂടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ചൂട് കുറേ നേരം പിടിച്ച് നിർത്താനുള്ളൊരു
പവർ അതിനുണ്ട്. അങ്ങനെ ആ മിക്സറാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ ചതുരത്തിൽ പെട്ടിയടിച്ച് നമ്മൾ ആദ്യത്തെ ബേസിൻ്റെ മുകളിൽ പെട്ടിയടിച്ച് ചതുരം കൂട്ടി അത് കുപ്പി നിരത്തി അതിൻ്റെ മുകളിൽ സിമെൻറ്റ് മിക്സ് ഇടുവാണ്. സിമെൻറ്റ് പറ്റി എല്ലാ സ്ഥലത്തും ശരിക്കും കൃത്യമായിട്ട് കുപ്പിയുടെ ഇടയ്ക്കൊക്കെ ഇറങ്ങി നല്ല ഫില്ലായി കിടക്കണം. അത് കഴിഞ്ഞ് എൻ്റെ ബേസായി. ഇപ്പോൾ നമ്മൾ കാണുന്ന ടൈല് ഇപ്പോൾ നമ്മൾ ആ 4 സൈഡും വെച്ച പലക എടുത്തു കളഞ്ഞ് കോൺക്രീറ്റിൻ്റെ ഒരു ബെഡായിട്ട് മാറി. ആ ബെഡിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ആ ടൈല് വിരിച്ച് അതിന് ചുറ്റും ഇഷ്ടിക. ഈ ഇഷ്ടിക വയർക്കട്ട ഇഷ്ടികയാണ്. അത് നടുക്ക് വെച്ച് മുറിക്കും. ഒരു 2 പീസ് കിട്ടും ഒരു ഇഷ്ടികയ്ക്ക്. അങ്ങനെ നമ്മൾ 50 ഇഷ്ടിക മുറിച്ച് ഒരു 100-120 കഷ്ണം മതി നമുക്ക് ഈ ഓവൻ പണിയാൻ. അപ്പോൾ ആ ഇഷ്ടിക വെച്ച് ചുറ്റും പണിത് നമ്മൾ ഈ മണ്ണിൻ്റെ ടൈലാണ് മുകളിൽ പതിപ്പിച്ചേക്കണം. ആ ടൈലിൻ്റെ ചുറ്റും നമ്മൾ കട്ട ഇങ്ങനെ കിട്ടി. അത് വാതിൽ ഡോറാണ് തീ ഇടാനുള്ള. ആ ഡോർക്ക് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് കാണാം നമുക്ക്. അതിങ്ങനെ ഇഷ്ടിക മുറിച്ച് നമ്മളിങ്ങനെ പണിത് ഒരു നൊയമ്പ് കാലം കൂടിയായിരുന്നു അത് ഞാനിത് പണിയുന്നത് ലോക്ക്ഡൗൺ സമയത്ത്. നമുക്ക് ഈ ഓവനിൽ ബ്രെഡ് ഇതാണ് പറയുന്നത്. നമ്മുടെ ഡോറ് ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് മോഡലിൻ്റെ മുകളിൽ നമ്മൾ ഇഷ്ടി വെച്ച് പണിത് വയ്ക്കണം. അതോ വാതിൽ കിട്ടും നമുക്ക്. അതിന് ആ നടുക്ക് വെച്ച പലയെ നമുക്ക് എടുത്ത് കളയാം. ടൈലൊക്കെ കാണാൻ പറഞ്ഞില്ല. ടൈല് മണ്ണിൻ്റെ ടൈല അകത്ത് വെച്ചേക്കണം. ആ നിരത്തിയ കുപ്പി ഇപ്പം ആ മണ്ണിൻ്റെ ടൈലിൻ്റെ അടിയിലിരിപ്പുണ്ട്. അതിന് നമ്മൾ ആ ബ്രിക്സ് പകുതി ബ്രിക്സ് പണിത് ചെരിച്ച് നമ്മൾ പണിയുമ്പോൾ ഇപ്പറ വശത്ത് ഇച്ചിരി പരുക്കം കൂടുതൽ കൊടുത്തായി. അപ്പോൾ അങ്ങോട്ട് ചെരിഞ്ഞോളം ഇഷ്ടിക. അങ്ങനെ പണിത് മുകളിൽ പോയി ലാസ്റ്റ് വരുമ്പോഴുള്ള കൂട്ടലാണ് കാണുന്നത്. ഏറ്റവും മുകളിലൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ നേരെ ഇഷ്ടിക ഇറക്കി ആ പരുക്ക് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഈ ഫൈനലാണ്. ഇനി അവിടെ പോക്കോളിൽ വെച്ച് കൊടുത്താൽ പണി കഴിഞ്ഞ് ഉമ്മ ഉദ്ഘാടനം ചെയ്യാണ് തീ കത്തിച്ച്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്രെഡ്, കേക്ക് ബേക്ക് ചെയ്യാം, ബ്രെഡ് ഉണ്ടാക്കാം, ഗ്രില്ല് ചെയ്യാം. ഓയിലി ഫുഡായിട്ടുള്ള മീറ്റൊക്കെ എല്ലാം നമ്മൾ ഓയിലി ഫുഡായിട്ട് ഉണ്ടാക്കാം.
ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇതാ ഉരുളക്കിഴങ്ങ്, അല്പം ഉപ്പും പാപ്രിക്കയും ഒലിവ് ഓയിലും ചേർത്ത്. അധികം എരിവ് വേണ്ട കേട്ടോ. അതിൻ്റെ ഇതാ ഈ പൾപ്പൊക്കെ അങ്ങോട്ട് പോകില്ല, അതുകൊണ്ട് കട്ട് ചെയ്ത് വെക്കരുത്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിരത്തി വെക്കുക. പിന്നെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ്. ഇത് ലാസ്റ്റ് നമ്മുടെ പച്ചമുളക് എരിവ് വേണ്ടവർക്കൊന്ന് കടിക്കാം. അവിടെ അവിടെ കുത്തി വെക്കുക. ഇതെടുത്തിട്ടോ സ്പ്രെഡ് ചെയ്തത്. നമ്മളിത് കവർ ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? 1.5 മണിക്കൂർ ഇത് ഇവിടെ വെച്ച് നമ്മളിതാ അടപ്പ് കൊണ്ട് മൂടി 1.5 മണിക്കൂറിന് ശേഷം നമ്മളിത് എടുത്ത് അലുമിനിയം ഫോയിൽ മാറ്റി വീണ്ടും 1 മണിക്കൂർ കൂടെ അതിൻ്റെ അകത്ത് വെക്കണം. ചൂടുണ്ട്.